ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വന്നിട്ടുള്ള തരത്തിൽ അവിടുത്തെ കട്ടളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, പൊതിഞ്ഞിട്ടുള്ള സ്വർണം മാത്രമല്ല ഇപ്പോൾ ഈ സംഘം തട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യം, കൊള്ളയടിച്ചത് എന്ന കാര്യമാണിപ്പോൾ പുറത്തു വരുന്നത്. ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ്. നഷ്ടമായത് 7 പാളികളിലെ സ്വർണമാണ്. കട്ടിളപ്പാളികൾക്ക് മുകളിലെ ശിവരൂപം, വ്യാളീരൂപം എന്നിവയടങ്ങിയ പ്രഭാമണ്ഡലം, അത് അയ്യപ്പൻ്റെ പ്രഭയിൽ ഉള്ള അവിടെ പതിക്കുന്ന ആഭരണങ്ങൾ ഒക്കെയുള്ളതും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ശിവരൂപം, വ്യാളീരൂപം എന്നിവയൊക്കെ അടങ്ങിയ ആ പ്രഭാമണ്ഡലത്തിൽ വരുന്നതാണ്, ആ വലയത്തിൽ വരുന്നതാണ് ഈ സ്ഥലങ്ങൾ. അവിടെ ഈ കട്ടിളപ്പാളിക്ക് മുകളിലായാണ് ശിവരൂപം, വ്യാളീരൂപം തുടങ്ങിയവ പതിച്ചിരുന്നത്. അതിൽ പതിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികളും തട്ടിക്കൊണ്ടുപോയി ഈ സംഘം എന്ന വാർത്ത എന്ന വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഷഫീദ് തുടരുന്നുണ്ട്. ഷഫീദ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ വലിയ തോതിലുള്ള സ്വർണം അവിടെ നിന്ന് കാണുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം സ്വർണം തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു ഈ സംഘം. അവരുടെ സ്വന്തം കാര്യത്തിന് ഈ സ്വർണം ഉപയോഗിച്ചു എന്ന കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നത്, ഇനി ഒരുപക്ഷെ ഇതിൻ്റെ മൂല്യം അല്ലെങ്കിൽ എത്രത്തോളം സ്വർണം ഈ സംഘം തട്ടിക്കൊണ്ടുപോയി എന്നതൊക്കെ വിശദമായി ശാസ്ത്രീയ പരിശോധനയിലൂടെ അത് അറിയാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ സ്വർണം തട്ടിക്കൊണ്ടുപോയ സ്വർണത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും എന്ന കാര്യം കൂടി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പരാമർശിക്കുന്നുണ്ട്. ഷഫീദ്. ദിലീപ്, ഉറപ്പായിട്ടും അത് തന്നെയാണ് വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാരണം നമുക്കറിയാം, ഇതിനോടകം തന്നെ ഇവിടെ ഒരു കൊള്ള നടന്നു. അത് സ്വർണ്ണക്കൊള്ള, അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ, അതേപോലെ തന്നെ കട്ടിളപ്പാളികൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന മറ്റു പാളികൾ, ഇവിടങ്ങളിലെ സ്വർണം കൊള്ളയടിച്ചു എന്നുള്ളതാണ് SITയുടെ കേസ്. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റു ഗ്രാവിറ്റിയിലേക്ക് ഇത് പോകും എന്നുള്ളതാണ് SITയുടെ വിലയിരുത്തൽ. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ ശബരിമലയിൽ നഷ്ടമായിട്ടുള്ള സ്വർണം ഇതുവരെയും കണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ഇവർ കൃത്യമായി പഠിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടാണ് SITക്ക് മുൻപിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന രാസമിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് സ്വർണം വേർതിരിച്ചെടുത്ത് ആ സ്വർണം അവർ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി തട്ടിയെടുത്തു എന്ന് പറയുന്ന കഥ അത് SIT വിശ്വസിക്കുന്നില്ല. പകരം ശബരിമല പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള, വിശ്വാസപരമായ വിലപിടിപ്പുള്ള ദ്വാരപാലക ശില്പങ്ങളോ കട്ടിളപ്പാളികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മറ്റു പാളികളോ അടിമുടി അത് കവർന്നെടുത്ത് കടൽ കടത്തിയോ എന്നുള്ള കാര്യമാണ് SIT ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതിൻ്റെ ഒരു വ്യക്തത വേണമെങ്കിൽ, അതായത് ഈ ഗോവർദ്ധനിൽ നിന്നും സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും പിടിച്ചെടുത്ത സ്വർണം അത് ശബരിമലയിലെ പാളികൾ ഉരുക്കി നേടിയെടുത്ത സ്വർണ്ണമല്ല എന്ന് ഉറപ്പിക്കണമെങ്കിൽ 8-ാം തീയതി VSSCയിലെ പരിശോധനാ ഫലം അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് അവർ. പക്ഷേ ഇപ്പോഴും അവരുടെ വിലയിരുത്തലുകളിൽ, ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ അവർ ഒരു തരത്തിലും വിശ്വസിക്കുന്നില്ല ഇത് കേവലം സ്വർണ്ണക്കൊള്ള മാത്രമാണെന്ന്. പകരം വിശ്വാസക്കൊള്ള എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കൊക്കെ അറിയാം, ഈ മറ്റു സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ശബരിമല എന്ന് പറയപ്പെടുന്ന പുരാതനമായിട്ടുള്ള ക്ഷേത്രത്തിന്റെ വാല്യൂ വളരെ വലുതാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു പുരാണമായിട്ടുള്ള വിഗ്രഹ കടത്ത് എന്ന രീതിയിലേക്ക് ഇക്കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് SITയുടെ സംശയം. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു പുതിയ വിവരം കിട്ടിയപ്പോൾ ഈ ചെന്നൈയിലും ഡിണ്ടിഗലിലും ഒക്കെ അന്വേഷണ സംഘം പരിശോധന നടത്തുകയും ഡീമണിയെയും ശ്രീകൃഷ്ണനെയും ബാലമുരുകനെയും ഒക്കെ ചോദ്യം ചെയ്തത്. ഏതായാലും നിലവിൽ ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത, അത് കൂടുതൽ പാളികളിൽ നിന്നുള്ള സ്വർണം കവർന്നു എന്നുള്ള കാര്യം അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് മൊഴികളിൽ നിന്ന് മാത്രമല്ല, ചില രേഖകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ SIT സ്ഥിരീകരിക്കുന്നു. ആ വിവരം കോടതിയിൽ തുടരുക. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകൾ മാത്രമല്ല, അതിനേക്കാൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണം മാത്രമല്ല, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം, പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ പറയുന്നു, പ്രഭാമണ്ഡലത്തിലെ സ്വർണവും ഈ സംഘം തട്ടിക്കൊണ്ടുപോയി എന്ന്. എന്താണ് പ്രതികരണം? ഇവര് കൊള്ളക്കാരുടെ കയ്യിലേക്ക് ശബരിമല ഏൽപ്പിച്ചു എന്നുള്ളതാണ് സത്യം. കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പൊ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ സ്ട്രോങ് റൂമിൽ വെച്ചിട്ടുള്ള സ്വർണവും അവിടെ ഭദ്രമാണോ എന്നതിനെ കുറിച്ച് ഹൈക്കോടതി പരിശോധിക്കണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. കാരണം ശബരിമലയിൽ കാലാകാലമായി കിട്ടുന്ന സ്വർണം, അത് വിലപിടിപ്പുള്ള അവിടെയുള്ള ഉപഹാരങ്ങൾ, അതെല്ലാം വെച്ചിട്ടുള്ള സ്ട്രോങ് റൂമിലാണ്. ആ സ്ട്രോങ് റൂമും
ഇവർക്ക് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കണം. അത് കോടതി തന്നെ അതിന് നേതൃത്വം കൊടുക്കണം. എന്തൊക്കെ എന്നുള്ളത് ജനങ്ങൾക്കറിയാനും കഴിയണം. അതാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത്. കൊള്ളയടിക്കുന്നതിന് വേണ്ടി തുറന്നിട്ട് കൊടുത്തതാണ് ഒരു ഗവൺമെന്റ് കാണിച്ച ഏറ്റവും വലിയ തെറ്റാണ്. ഈ സമൂഹം ഏറ്റവും കൂടുതൽ അതുകൊണ്ട് അതും നോക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.